ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നമ്മൾ റമദാൻ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ചിക്കനും ബണ്ണും വെച്ചിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. ഫസ്റ്റ് വൺ ഉണ്ടല്ലോ, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടല്ല ഒലിവ് ഓയിലാണ് എടുത്തിന്. ഒലിവ് ഓയിലോ ബട്ടറിലോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഇതിലേക്ക് യൂസ് ആക്കാനേ പറ്റൂല, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി ഉണ്ടല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിന്. ഇതിലേക്ക് ആ ഒരു ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ വേണ്ടത്. ഇനിയുണ്ടല്ല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് ഞാൻ താഴെ കൊടുക്കുക കേട്ടോ. പിന്നെ നല്ല സ്പൈസിயாக വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കുറച്ച് കൂട്ടുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസായിട്ടുള്ള ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ട് ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക, ഇഞ്ചി കുറച്ച് മതി കേട്ടോ. പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതുണ്ടല്ലോ ടൊമാറ്റോ സോസും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ചിക്കനും ആ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് കുക്കാവുന്നത് വരെ. പിന്നെ ചിക്കൻ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരും. ലാസ്റ്റ് ഉണ്ടല്ല കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മലയാളം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അടുത്തത് നമുക്ക് ബണ്ണാണ് വേണ്ടത്. ഇതിലേക്കുണ്ടല്ല ഈ ഒരു ബണ്ണാണ് വേണ്ടത്, പാഫ് ബണ്ണില്ലേ അത്. ഇത് കയ്യിലില്ലെങ്കിൽ ബർഗർ ബണ്ണ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കേ. പാഫ് ബണ്ണാകുമ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ ബണ്ണ് നോക്കി ബണ്ണ് വെച്ച് ബർഗർ ബണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഇതുണ്ടല്ല ഒന്ന് സ്ലൈസ് ആക്കി എടുക്കണം. ഈ 2 പോർഷൻസ് ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പം നോക്കിയിട്ട് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ, ബണ്ണാണ്. പെട്ടെന്ന് കട്ടായി പോവും. അങ്ങനെ ഇതാ ബണ്ണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് സ്പ്രെഡായി കൊടുക്കാറുണ്ട്. ഇതിപ്പം 2 ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചില്ലി സോസാണ് കേട്ടോ ഈ ബൗളിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് സ്പൈസി കുറച്ച് കൂടുതലാണെങ്കിൽ റെഡ് ചില്ലി സോസിൻ്റെ അളവ് കൂട്ടാം, കുറവാണെങ്കിൽ കുറക്കാം. അങ്ങനെ അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇതിലേക്ക് ഇപ്പോൾ ഉണ്ടല്ലോ 2 ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് ബണ്ണിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡായി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ഫസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഈ ട്രേൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡായി കൊടുത്തിനെ. ഇനി ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ഈ ബണ്ണിൻ്റെ എല്ലാ സൈഡിലും സോസ് ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. സോസ് വെച്ചിട്ട് ബണ്ണ് നല്ല സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം എല്ലായിടത്തും സോസ് ആയി കഴിഞ്ഞാൽ ബണ്ണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുമേ. ഇനി അടുത്തതുണ്ടല്ലോ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലയില്ലേ, മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. മസാലയും അത്യാവശ്യം നല്ലോണം തന്നെ വെച്ച് കൊടുക്കുക. മസാല നല്ലോണം ആവുമ്പല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏതൊരു സ്നാക്സിനും അങ്ങനെ തന്നെയല്ലേ, മസാല അത്യാവശ്യം നല്ലോണം ഉണ്ടാവുമ്പല്ലേ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസും കൂടിയിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചീസും കൂടി വെച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചീസ് അത്യാവശ്യം നല്ലോണം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിന്നെയും ബ്രെഡ് വെച്ച് കൊടുക്കണം. ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി സോസ് ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. സോസ് എല്ലായിടത്തും നല്ലതിലേക്ക് സ്പ്രെഡായി കൊടുക്കുക.
ഇനിയിപ്പോൾ ഉണ്ടല്ലോ ആ ബണ്ണ് മുകളിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ്സായി കൊടുക്കുന്നുണ്ട്. നല്ലോണം പ്രസ്സായി കൊടുക്കറേ, അങ്ങനെ ആകുമ്പം ഉള്ളിൽ വെച്ച് ഫില്ലിംഗ് എല്ലാം പുറത്ത് വരും. അടുത്തതുണ്ടല്ലോ ഈ ബണ്ണിൻ്റെ മുകളിലായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ല സോഫ്റ്റ് ആവും ചെയ്യും, പിന്നെ നല്ല ടേസ്റ്റാണ്. ബട്ടറിൻ്റെ ആ ഒരു ഫ്ലേവർ എനിക്ക് നല്ലോണം ഇഷ്ടമാവുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബട്ടർ എടുക്കുന്ന സമയത്ത് അൺസാൾട്ടഡ് ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഓവനിൽ വെച്ചിട്ടൊന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ലോണം റെഡി ആവണ്ടല്ലോ, കാരണം ചീസ് ഒന്ന് മെൽട്ടായവേ വേണ്ടു. ഒരു 5 മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ അത് ഓവനിൽ മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഞാൻ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ പാനിൽ ചെയ്യുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഓവൺ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതാ പാനിൽ ബട്ടർ ഒന്ന് സ്പ്രെഡായി കൊടുത്തിനെ, പിന്നെ ആ ബണ്ണിലേക്ക് സോസ് ആയി കൊടുക്കുക. പിന്നെ ഇതാ മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മേലായിട്ട്. അത്യാവശ്യം നല്ലോണം തന്നെ സോസ് ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതാ ചീസും കൂടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നേരത്തെ ഇതിൻ്റെ മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മുകളിലായിട്ട് ഇതാ കുറച്ച് ബട്ടറും കൂടിയിട്ടൊന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാലുണ്ടല്ല ഇതിൻ്റെ അടിഭാഗം വല്ലാണ്ട് ക്രിസ്പി ആയിപ്പോവും. അടിഭാഗം നല്ല സോഫ്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് ഫ്ലെയിം ശ്രദ്ധിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അങ്ങനെ ഇതാ റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം കണ്ടാ അത്യാവശ്യം നല്ലോണം തന്നെ വെലിഞ്ഞ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ബണ്ണാണെങ്കിൽ നല്ല സോഫ്റ്റാണ്. ഉള്ളിലത്തെ ആ ഒരു ഫില്ലിങ്ങും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ. എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്ളോഗെല്ലാം ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.